ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് ബേസായി ഞാൻ വെച്ചിരിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. നിങ്ങൾക്കിഷ്ടമുള്ള കേക്ക് ഇതിന് ബേസായി എടുക്കാം. അപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഞാനിവിടെ ഫിയോന വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 1 kg മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തു. ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ബ്രഷോ കൈയോ കൊണ്ട് എല്ലാ സൈഡിലും പുരട്ടി കൊടുക്കാം. എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ വെതറി കൊടുത്താലും മതി. കേക്ക് ടിന്നും കുക്കറൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ സോസ് പാനിലോ ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബേസ് തയ്യാറാക്കാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. അതിനായി ഒരു ബൗളിലോട്ട് അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ സ്പൂണ് വീതം മൈദ ഇട്ട് കൊടുക്കുക. കുത്തി നിറച്ചിടാതെ 1 സ്പൂണായി ഇട്ട് കൊടുക്കണം. കറക്റ്റായി ലെവൽ ചെയ്ത് വേണം മൈദ എടുക്കാൻ, എന്നാലേ മെഷർമെൻറ്റ് കറക്റ്റ് ആവുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യാറ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഞാൻ 3 മുട്ടൻ്റെ ബേസാണ് ഉണ്ടാക്കുന്നത്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എഗ് വൈറ്റിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വാനില എസൻസ് ഒഴിക്കണം, അല്ലെങ്കിൽ കേക്കിന് അവസാനം മുട്ടയുടെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. കളറൊക്കെ ചേഞ്ചായി നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് എഗ് യോക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. ഇപ്പോൾ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി നല്ല വൈറ്റ് കളറായി വന്നിട്ട് നല്ല ഫ്ലഫിയായി വന്നിന്. ഇനി ഇത് കുറച്ച് ടൈം കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലായാൽ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്താലും മതി. ഈ ഒരു ടൈമിൽ തന്നെ കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, മീഡിയം ഫ്ലെയിമിൽ. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചുലയോ വിസ്കോ മരത്തിൻ്റെ സ്പൂണോ വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബാറ്റർ താണു പോകും. ഇങ്ങനെ ചെയ്യുന്നതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്തെടുക്കുകയും വേണം. എന്നാൽ നമ്മുടെ ബാറ്ററിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ആകുകയും ചെയ്യും, ബാറ്റർ താണു പോവുകയും ചെയ്യില്ല. അതിൻ്റെ കൂടെ തന്നെ ഇളം ചൂടുള്ള 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഓവർ തിക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്.
ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടി മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീനിലോട്ട് മാറ്റാം. ഇനി നന്നായി തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാകും. നന്നായി ചൂടായ കുക്കറിലോട്ട് കേക്ക് ടിൻ ഇറക്കി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് ഇത് വെന്തോ നോക്കാം. കുക്കറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇനി ഇത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതൊരു 1 kgക്കൊക്കെ മുകളിൽ വരും ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇത് ലെയേഴ്സായി കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ച് കട്ട് ചെയ്തതിനേക്കാൾ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് നൂല് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഒരു കത്തി വെച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. 2 ലൈൻസ് ഇട്ട് കൊടുക്കണം. നല്ല ലെങ്ത്തുള്ളൊരു നൂലെടുക്കുക. എന്നിട്ട് 3-4 മടക്കായി പിടിച്ചിട്ട് 2 കൈയിലും പിടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. 3 ലെയേഴ്സായിട്ട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫിൽ ക്രീം നല്ല മെൽട്ടായിട്ട് ഉണ്ടാക്കുകയും ചെയ്യണം. പക്ഷെ തണുപ്പ് പോകാനും പാടില്ല. 1 കപ്പ് ക്രീമാണ് വേണ്ടത്. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള ബൗളും ബീറ്ററുമാണിത്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലായെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലവേഴ്സും നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാ ഇങ്ങനെ വിട്ട് കിട്ടാൻ പാടില്ല. വീഴാത്ത ടൈപ്പിൽ വേണം ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കറക്റ്റ് പരുവം. ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് 3-4 സ്പൂണ് വീതം എടുത്തിട്ട് 3 വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ജെൽ കളർ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഒരു ബൗളിലോട്ട് ബട്ടർസ്കോച്ച് എസൻസ് 3-4 ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിലോട്ട് 5-6 ഡ്രോപ്സ് പിസ്ത എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സ് വറുക്കാനായിട്ട് ഞാനിവിടെ സ്ട്രോബെറി എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു 5-6 ഡ്രോപ്സ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ 3 ക്രീമും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി ക്രീം ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായി ഒരു ടേൺ ടേബിളിന് മുകളിലേക്ക് ട്രേ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് ഷുഗർ സിറപ്പ്
ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ 3-4 ടേബിൾ സ്പൂൺ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഷുഗർ സിറപ്പ്. അത് നന്നായി ഒഴിച്ചു കൊടുക്കാം. നന്നായി വെറ്റാക്കി എടുത്തിട്ടുള്ള കേക്ക് ബേസിലോട്ട് ഇനി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ ക്രീം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡാക്കാനും പറ്റും. ഇനി ക്രീം എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തു. ആ ലെയർ വെറ്റാക്കി എടുക്കാം. ഡെക്കറേഷൻ എല്ലാം ക്രീം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവറായിട്ട് ക്രീം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ക്രം കോട്ട് കഴിഞ്ഞിട്ടുള്ള കേക്കാണിത്. ഇതൊരു 20 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റിയേക്കാം. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കേക്കാണിത്. ഇനി ഇത് നമുക്ക് ബാസ്ക്കറ്റും ഫ്ലവേഴ്സും ഒക്കെ വരച്ചു കൊടുക്കാം. ക്രീമിൽ കളർ ഓവറായിട്ട് മിക്സ് ആക്കാത്തതുകൊണ്ട് തന്നെ ഡബിൾ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഡെക്കറേഷനിൽ മാറ്റം വരുത്താം. ഞാനിവിടെ റോസും കുറച്ച് ഫ്ലവേഴ്സ് പോലെയൊക്കെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ മാറ്റം വരുത്താം. സ്ട്രോബെറി എസൻസും വൈറ്റ് ക്രീമും കൂടിയിട്ട് മിക്സാക്കി എടുത്തിട്ട് ഞാനൊരു ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നോസിൽ വെച്ചിട്ട് തന്നെ വേറെയും ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫും വരച്ചു കൊടുത്തു. ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ മുകളിൽ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.